മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കാനാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത്. ലിംഗസമത്വം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ദുരുപയോഗം, സ്ത്രീകൾക്ക് തുല്യാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ മഹത്തായ ആഘോഷമാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തുല്യാവകാശങ്ങൾ നേടിയെടുക്കാനായി അവർ എങ്ങനെ പോരാടുന്നതിനെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യ വ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യ ശ്രാവ്യ കലയായ നാടകത്തെ വനിതാ വിമോചനത്തിനായി തെരഞ്ഞെടുത്ത് വനിതാ ദിനത്തിലും അതിനായി ശ്രമിക്കുകയാണ് ആറങ്ങോട്ടുകര ഗീത ജോസഫ്. പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ മകളും ചലച്ചിത്ര സംവിധായകൻ MG ശശിയുടെ ഭാര്യയുമാണ് ഗീത. ഗ്രാമാന്തരങ്ങൾ തോറും ഉണർന്നിരുന്ന കലാസമിതികൾ നാടകമാധ്യമത്തെ ജനകീയവും മൂല്യവത്തുമാക്കിയപ്പോൾ അത് പൊതുസമൂഹത്തിലെ പല പ്രശ്നങ്ങളും തുറന്നുകാട്ടുന്ന വേദിയായി മാറി. ഗീത ജോസഫും അങ്ങനെ നാടകങ്ങളിലൂടെ പൊതുസമൂഹത്തോട് സംസാരിക്കുകയാണ്. ചെറുപ്പം മുതൽ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഗീതയ്ക്ക് കോളേജ് കാലഘട്ടമാണ് തന്നിലെ സ്ത്രീബോധത്തെ ഉണർത്താനുള്ള പ്രചോദനമായത്. കോളേജിൽ ആൺകുട്ടികൾ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും സമരം നടത്തുന്നതുമെല്ലാം കണ്ട ഗീതയും പിന്നീട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും ഇടപെടുകയും പെൺകുട്ടികൾ മാത്രമായി ചേർന്ന് സമരം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതെല്ലാം വലിയ ചർച്ചയുമായി. പഠനം കഴിഞ്ഞ് അധ്യാപന ജോലിയിൽ പ്രവേശിച്ചപ്പോഴും സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളിൽ പൊതുസമൂഹവുമായി സംവദിക്കാനുള്ള തീ മനസ്സിൽ കത്തി. നാടകങ്ങളാണ് അതിന് അനുയോജ്യമായ മാധ്യമം എന്ന തിരിച്ചറിവിലൂടെ നാടകരംഗത്ത് പ്രവേശിച്ചു. 1985 കാലഘട്ടം മുതൽ ചെറിയ രീതിയിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. അരങ്ങിനെയും അണിയറയെയും സ്പർശിച്ച നാടകങ്ങളിലൂടെ മലയാളികളുടെ പൊതുബോധത്തെയും അഭിരുചികളെയും ഭാവുകത്വത്തെയും സ്വാധീനിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ഗീത ജോസഫ് പറയുന്നു. നാടകത്തിനെ എത്രമാത്രം നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടൊരു മാധ്യമമായിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ പെൺകുട്ടികളുടെ ഒരു സംഘത്തിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു തെരുവിൽ എങ്ങനെ വളരെ ശക്തമായിട്ട് നാടകം അവതരിപ്പിക്കാൻ പറ്റുമെന്നും തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്രയൊക്കെ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലൂടെ കേരളം കടന്നുപോയി ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളുണ്ടായി. എങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും നമുക്ക് പഴയ കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരുന്നു എന്നുള്ളത് ദുരവസ്ഥയാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നേ പറ്റൂ. സ്ത്രീധനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സന്ദേശം നൽകുന്ന മാനുഷി എന്ന തെരുവ് നാടകമാണ് ആദ്യം ചെയ്തത്. തുടർന്നിങ്ങോട്ട് 25ഓളം നാടകങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള നാടകങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും സ്ത്രീപക്ഷ ചിന്തകൾക്കും സ്ത്രീ ഉന്നമനത്തിനും വേണ്ടി അവതരിപ്പിച്ച മാനുഷി, തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന നാടകങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. 48 ഈ തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ച് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നൊരു നാടകം ചെയ്തു. ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സ്ത്രീകളാണ്. അതിൽ പുരുഷന്മാരുടെ വേഷങ്ങളടക്കം എല്ലാ വേഷങ്ങളും ചെയ്തത് സ്ത്രീകളാണ്. 10 വേദിക്ക് ശേഷം ഈ നാടകം നിർത്തപ്പെട്ടു. അപ്പം അതിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട് സമൂഹത്തിൻ്റെ. സ്ത്രീകൾ മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു മനോഭാവം ഇപ്പോഴും സമൂഹത്തിൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേച്ചൂർ നാടക മത്സരത്തിൽ അമ്മ സാറ ജോസഫിന്റെ രചനയിൽ ചെയ്ത ഭൂമി രാക്ഷസത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. ഉപ്പ്, ഭായൻ എന്നീ നാടകങ്ങളും നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. ഭായൻ എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെ ജില്ലാ പഞ്ചായത്തിന്റെയും ചെന്നൈയിൽ നടന്ന നാഷണൽ അവാർഡ് കോമ്പറ്റീഷനിൽ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡും ലഭിച്ചു. പല മേഖലയിൽ ഏത് വർഗത്തിൽപ്പെട്ട സ്ത്രീകളായാലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വർഗേതരമായ പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സ്ത്രീകളുടെ തന്നെ മുൻകൈയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.